ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് സ്റ്റേ. ഇന്ന് നമ്മൾ ജൂൺ മന്തിലെ പ്ലാനർ സെറ്റപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ കഴിഞ്ഞ മന്തിലും പ്ലാനർ സെറ്റപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്, കുറച്ചൊക്കെ ഡിഫറൻസ് ലേഔട്ടിൽ വരുത്തുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇതിനു മുമ്പായിട്ട് ഞാൻ ഒരു സ്റ്റുഡൻറ്റ് പ്ലാനർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റുഡൻസിനൊക്കെ ആപ്റ്റായിട്ടുള്ള ഒരു പ്ലാനിങ് സിസ്റ്റം. അപ്പം ആ വീഡിയോ കാണാത്തവർ ഇത് കണ്ടു നോക്കുക. ഇത് നോർമലി ഞാൻ ഫോളോ ചെയ്യാറുള്ള ഒരു മെത്തഡാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇറ്റലിയർ നിയോറ എന്നുള്ളൊരു പ്ലാനറിൻ്റെ പെറ്റൈറ്റ് എന്ന് പറഞ്ഞൊരു വേർഷനാണ് കേട്ടോ. അപ്പം ഇതിൽ വീക്ക്ലി പേജസ് ആയിട്ടാണ് പ്ലാനിങ് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ വീക്ക്ലി പേജസ്. ഈ ഒരു മന്ത് സാറ്റർഡേയിലാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് തന്നെ വീക്ക്ലി പേജിൽ സാറ്റർഡേ ആൻഡ് സൺഡേ ആണ് വന്നിട്ടുള്ളത്. ബാക്കി പേജസ് ബ്ലാങ്ക് ആണ്. അപ്പോൾ നമുക്ക് ഈ മന്തിലേക്ക് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ മന്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്കൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെയ് മന്തിലെ ലാസ്റ്റ് വീക്ക് പേജസാണ് എടുക്കുന്നത്. ഈ ഒരു പ്രോംപ്റ്റ്സ് യൂസ് ചെയ്താണ് ഞാൻ മന്ത്ലി റിവ്യൂ ചെയ്യുന്നത്. ഹൈലൈറ്റ്സ് എന്താണ്, ലെസൺസ് ലേൺഡ്, വാട്ട് ഡ്രെയിൻഡ് മൈ എനർജി, അച്ചീവ്മെൻറ്റ് ഓഫ് ദ മന്ത്. അപ്പം ഇതൊക്കെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാനത് ആ ലാസ്റ്റ് മന്തിലെ ലാസ്റ്റ് പേജസിലാണ് ചെയ്യുന്നത്. ഈ വീക്കിൽ ഞാൻ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു വീക്ക്ലി പേജ് എംപ്റ്റി ആയിട്ട് കിടക്കുകയാണ്. അപ്പം അവിടെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പുതിയൊരു മന്തിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുമ്പം കഴിഞ്ഞ മന്ത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ നല്ല രീതിക്ക് റിവ്യൂ ചെയ്യണം. എങ്കിലേ നെക്സ്റ്റ് മന്തിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനത് എഴുതി കൊടുക്കുന്നുണ്ട്. ഈ ഒരു മന്തിലെ അച്ചീവ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ചാനലിൽ 500, 1000 and 1500 സബ്സ്ക്രൈബേഴ്സ് മൈൽ സ്റ്റോൺസ് എത്തിയിട്ടുണ്ട്. അപ്പം അത് ഞാൻ അച്ചീവ്മെൻറ്റിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് മന്തിലേക്ക് പ്ലാൻ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ മന്തിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി നെക്സ്റ്റ് മന്തിലേക്ക് പ്ലാൻ ചെയ്യുകയാണ്. അപ്പം ഇതാണ് മന്ത്ലി ലേഔട്ട് വരുന്നത്. അവിടെ ഗോൾസും തിങ്സ് ടു ഡു അതുപോലെ തന്നെ ഹെൽത്ത് ട്രാക്കറും നുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ജേർണൽ ചെയ്യാമെന്ന്. ജേർണലിംഗ് എന്ന് പറയുമ്പം സിംപ്ലി നമ്മുടെ തോട്ട്സ് നമ്മളൊരു പേപ്പറിലേക്ക് മാറ്റണം. അതായത് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് എഴുതുന്നു, അത്രേ ഉള്ളൂ. ഇത് ഡയറി പോലെയല്ല. ഡയറി എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു അങ്ങനെയല്ല. നമ്മുടെ തോട്ട്സിലെന്ന് പറയുമ്പം പല കാര്യങ്ങളുണ്ടാകും, റാൻഡമായിട്ട് പല തോട്ട്സും വരും. ഇപ്പം ഞാൻ കഴിഞ്ഞ മന്തിനെ പറ്റിയാണ് ജേർണൽ ചെയ്യുന്നത്. അപ്പം ആ ഒരു മന്തിൽ എന്തൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു, അതിലെന്തൊക്കെ നടന്നു, പിന്നെ നമ്മുടെ കുറച്ച് തോട്ട്സ്, അതാണ് ജേർണലിങ്ങിൽ വരുന്നത്. അപ്പോൾ ജേർണലിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. അപ്പം ജേർണലിംഗ് ഒക്കെ ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് മന്തിലേക്കുള്ള ഗോൾസ് എന്താണ്, ഇൻറ്റൻഷൻ എന്താണ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ മന്ത്ലി ലേഔട്ട് പേജ് സെറ്റ് ചെയ്യണം. അപ്പം ഈ മന്തിൽ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു മന്ത്ലി ലേഔട്ടിൽ ഡെയിലി ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് എഴുതി കൊടുക്കാമെന്ന്, ഓരോ ഡേറ്റിലും എന്തൊക്കെയാണ് ഡെയിലി ഹൈലൈറ്റ്സ് എന്ന് എഴുതി കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ വീക്ക്ലി ലേഔട്ടിൽ നമ്മുടെ ഫസ്റ്റ് ഡേയ്സിന് മുമ്പായിട്ട് ഒരു മന്ത്ലി കവർ പേജും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് എൻ്റെ ടോൾ എലിഫൻറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സ്റ്റിക്കർ ബുക്കാണ്. അപ്പം ഞാൻ ടോൾ എലിഫൻറ്റ് എന്നുള്ള ബ്രാൻഡിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണത്. അപ്പം ഇതിൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം മേടിച്ച സ്റ്റിക്കർ ബുക്കാണ് കേട്ടോ. ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഇതുപോലെ സ്റ്റാമ്പ് ടൈപ്പുള്ള സ്റ്റിക്കറുണ്ട്. അപ്പം ഞാനതെല്ലാ മന്തിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം അത് ചെയ്തു. നെക്സ്റ്റ് ഞാൻ ഗോൾസ് എഴുതാനുള്ള ഒരു പോർഷനിൽ വേർഡ് ഓഫ് ദ മന്താണ് എഴുതി കൊടുക്കുന്നത്. ഗോൾസ് എഴുതാനായിട്ട് വേറൊരു പേജിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വേർഡ് ഓഫ് ദ മന്താണ് എഴുതി കൊടുക്കുന്നത്. ഡിസിപ്ലിൻ, ഞാൻ വിചാരിക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് 1-2 കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു മന്തിൽ ഒരു ഡിസിപ്ലിൻ ലൈഫിലേക്ക് കൊണ്ടുവരിക, അതാണ് ഈ ഒരു മന്ത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും 1-2 കാര്യങ്ങളും കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം മന്ത്ലി ലേഔട്ട് ഞാൻ കാര്യമായിട്ട് ഇതിൽ 1-2 സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ നമ്മുടെ ഡെയിലി ഹൈലൈറ്റ്സ് ആണല്ലോ എഴുതി കൊടുക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തൊന്നും അവിടെ എഴുതാനായിട്ടില്ല. ഇനി ജൂൺ കവർ പേജാണ്. ഒരു പേജ് ഫുള്ളായിട്ട് എടുക്കുന്നില്ല, നമ്മൾ ആ ഒരു പേജിൻ്റെ അത്രയും പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. എൻ്റെ സ്റ്റിക്കർ ഷീറ്റിൽ ഇതുപോലെ ആൽഫബറ്റ്സിൻ്റെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഒരുപാട് വരയ്ക്കാനൊന്നും നിന്നില്ല. ജൂൺ എന്ന് പറഞ്ഞാൽ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു. ജസ്റ്റ് അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. ഇനി പേസ്റ്റൽ പെൻസിൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒരു ചെക്ക് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അത്രയും സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നേഴ്സറി കുട്ടികളുടെയൊക്കെ ഒരു ബുക്ക് തുറന്ന് നോക്കുന്നൊരു വൈബാണ് എനിക്ക് വന്നത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് പറയണേ.
അപ്പം കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മന്ത്ലി ഗോൾസും അതുപോലെ തന്നെ ഇൻറ്റൻഷൻ ഫോർ ദ മന്ത് ആൻഡ് ഫോക്കസ് ഓഫ് ദി മന്ത് ഇതൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇയർലി ഓവർവ്യൂ പേജിൽ ഒരു വർക്കൗട്ട് ട്രാക്കർ എന്നുള്ള ഒരു സെക്ഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം വർക്കൗട്ട് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ആ പേജിൽ എഴുതാമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം എങ്ങനെയാണ് യൂസ്ഫുൾ ആവുക എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് മന്തിൽ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീക്ക്ലി പേജിൽ വീക്ക്ലി ടു ഡൂസ് ഉള്ളൊരു സെക്ഷനും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി ഹാബിറ്റ് ട്രാക്കറാണ്. അപ്പോൾ ഹാബിറ്റ് ട്രാക്കർ ഈ ഒരു പ്ലാനറിൻ്റെ ലാസ്റ്റ് പേജിലേക്കാണ് വരുന്നത്. അപ്പം അവിടെ ഞാൻ എന്തൊക്കെ ഹാബിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് നേരത്തെ ഞാനൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇൻട്രസ്റ്റ് വരുമ്പം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചുള്ള ഹാബിറ്റ്സൊക്കെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. 5 ഹാബിറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. എനിക്കറിയില്ല 5ഉം കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന്. അപ്പം നമുക്കത് ട്രാക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് മന്തിലേക്ക് അറിയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ് സിസ്റ്റം ആയിരുന്നു. നമ്മൾ ഇയർലി ഗോൾസിനെ നമ്മൾ മന്ത്ലി ഗോൾസിലേക്ക് കൺവേർട്ട് ചെയ്ത് മന്ത്ലി ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മന്ത്ലി ലേഔട്ട് പേജ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ മിനിമലായിട്ട്. മന്ത്ലി ലേഔട്ടിൽ ഡെയിലി ഹൈലൈറ്റ്സ് എഴുതി കൊടുക്കാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മന്ത്ലി ഗോൾസ്, ഇൻറ്റൻഷൻ ആൻഡ് ഫോക്കസ് ഒക്കെ എഴുതാനുള്ളൊരു സെക്ഷനായിരുന്നു. അവിടെ തന്നെയാണ് നമ്മുടെ വീക്ക്ലി പ്ലാനിങ്ങും തുടങ്ങുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു മന്ത്ലി സെറ്റപ്പിൽ വരുന്നത്. ഇനി ഈ ഒരു പ്രോംസ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.